നമസ്കാരം. കുറച്ചു കാലമായിട്ട് നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരുന്ന യൂണിവേഴ്സിറ്റി LGS മെയിൻ പരീക്ഷ കഴിഞ്ഞു. നിങ്ങൾ ഈ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ഈ പരീക്ഷയെക്കുറിച്ച്, ഈ പരീക്ഷയുടെ ചോദ്യപേപ്പറിനെ കുറിച്ച് ആസ്ഥ അക്കാഡമിക്ക് എന്താണ് പറയാനുള്ളത് എന്നറിയാൻ ഒരു താല്പര്യം നിങ്ങൾക്കുണ്ടാവും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ പരീക്ഷ എഴുതാൻ പോയിട്ടുള്ള ഒരാളാണെങ്കിൽ പരീക്ഷാ ഹാളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നിങ്ങളുടെ മുഖത്ത് സമ്മിശ്ര ഭാവങ്ങളായിരിക്കും. ചെറിയൊരു ചിരി ഉണ്ടാവും, അതോടൊപ്പം തന്നെ മുഖത്ത് അല്പം ടെൻഷനും ഉണ്ടാവും, അല്ലേ? ചെറിയൊരു ചിരിക്ക് കാരണം അല്ലെങ്കിൽ ആശ്വാസത്തിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് ചെല്ലുന്നതിന് മുമ്പ് പ്രതീക്ഷിച്ചത് വളരെ ടഫായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. യൂണിവേഴ്സിറ്റി LGS മെയിൻ പരീക്ഷയാണ്, അത് സ്റ്റേറ്റ് വൈഡ് ആയിട്ട് നടക്കുന്ന ഒരു പരീക്ഷയാണ്. അപ്പോൾ വളരെ ടഫായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കുമെന്ന് പ്രതീക്ഷിച്ചാണ് പോയത്. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല, അത്ര ടഫായിരുന്നില്ല പരീക്ഷ. അതാണ് ആശ്വാസം. ഇനി ആശങ്ക എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് കുറച്ചധികം ഉത്തരങ്ങൾ എഴുതാനായിട്ട് പറ്റിയിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാനും ഉത്തരം എഴുതാനും പറ്റിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഉത്തരങ്ങൾ ഏതെങ്കിലും മാറിപ്പോയോ എന്നുള്ളതാണ് നിങ്ങളുടെ ആശങ്ക, അല്ലേ? നിങ്ങളെ വിട്ടുകളഞ്ഞ ചോദ്യങ്ങളുണ്ട്, അത് നമുക്ക് അറിഞ്ഞൂടാത്തതുകൊണ്ട് നമ്മൾ വിട്ടുകളഞ്ഞു. പക്ഷെ എഴുതിയത് വലുതും മാറിപ്പോയോ തിരിഞ്ഞു പോയോ എന്നൊരു സംശയമുണ്ട്. അതാണ് ആശങ്ക. ആ ആശങ്കയിലെ കാര്യമുണ്ട്. അത് തന്നെയാണ് ഈ പരീക്ഷയുടെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. നമുക്ക് അതിനകത്തോട്ട് വരാം. ഇനി ഈ ചോദ്യ പേപ്പറിനെ നമ്മൾ വിലയിരുത്തുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു, ഇത് വളരെ ടഫായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അല്ല. തീരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. എന്നാൽ ശരാശരി നിലവാരം എന്ന് ചോദിച്ചാൽ അതുമല്ല. ലളിതമായിട്ടുള്ള ഒരു ചോദ്യപേപ്പറാണ്. തീരെ ലളിതമാണ് എന്ന് പറയാനായിട്ട് പറ്റത്തില്ല. നമ്മളിത് പറയുന്നത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഈ തസ്തിക, ഇതിൻ്റെ യോഗ്യത, ഇതിൻ്റെ സിലബസ് അതുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ തീരെ എളുപ്പമുള്ള ഒരു ചോദ്യമല്ല. കുറച്ച് അത്യാവശ്യം നിലവാരമുള്ള ഒരു ചോദ്യം തന്നെയാണ്. സിലബസിനനുസരിച്ച് തയ്യാറാക്കിയുള്ള ചോദ്യം തന്നെയാണ്. ഒന്ന് രണ്ട് തെറ്റുകളൊക്കെ ചോദ്യപേപ്പറിലുണ്ട് എങ്കിൽ പോലും അതൊന്നും നമുക്ക് കാര്യമാക്കേണ്ട. അത്യാവശ്യം നല്ലൊരു ചോദ്യപേപ്പർ തന്നെയായിരുന്നു. തീരെ ടഫല്ല, അതുപോലെ തീരെ ലളിതമല്ല, ലളിതമായിട്ടുള്ള ഒരു ചോദ്യപേപ്പർ. ഇനി ഈ ചോദ്യപേപ്പറിൽ ഉദ്യോഗാർത്ഥികൾക്ക് ഏതെങ്കിലും വിധത്തിൽ വെല്ലുവിളി ഉയർത്തിയ രണ്ട് ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? അതൊന്ന് മാത്സ് ആണ്, വേറൊന്ന് ജനറൽ സയൻസ് ആണ്. അതിൽ എനിക്ക് കുറച്ചുകൂടി വെല്ലുവിളിയായിട്ട് തോന്നുന്നത്, ഉദ്യോഗാർത്ഥികൾക്ക് വെല്ലുവിളി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നത് ജനറൽ സയൻസിൻ്റെ ഭാഗമാണ്. അവിടെ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഡേറ്റ് ഉൾപ്പെടെ ചോദിച്ച ചോദ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ശാസ്ത്രീയ നാമങ്ങൾ ചോദിച്ച ചോദ്യമുണ്ട്. ഹൃദയത്തിലെ അറകളുമായി ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യങ്ങളുണ്ട്. അങ്ങനെയുള്ള ചില ചോദ്യങ്ങളൊക്കെ ഉദ്യോഗാർത്ഥികൾക്ക് വെല്ലുവിളിയായേക്കാം. ഇപ്പം അവിടെ 20 ചോദ്യങ്ങളാണ് വേണ്ടത്. പരീക്ഷയ്ക്ക് അവിടെ 17 ചോദ്യങ്ങളെ കണ്ടുള്ളൂ. ISROയുമായി ബന്ധപ്പെട്ട് കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് 1-2 ചോദ്യങ്ങളുണ്ടായിരുന്നു. അത് സയൻസിൻ്റെതാണ് എന്ന് കരുതി കഴിഞ്ഞാൽ 20 ചോദ്യമായി. അപ്പോൾ അവിടെ 17 ചോദ്യങ്ങൾ. ആ 17 ചോദ്യങ്ങളിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു 10 മാർക്കെങ്കിലും ഒരു ഉദ്യോഗാർത്ഥിക്ക് നേടാൻ പറ്റുമെന്നാണ്. 10 മാർക്ക് എന്തായാലും ഒരു ഉദ്യോഗാർത്ഥിക്ക് നേടാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മാത്സിന്റെ ഭാഗത്തോട്ട് വരുമ്പോൾ മാത്സ് മറ്റു പരീക്ഷകളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ, LGSന്റെ അതേ രീതിയിലുള്ള മറ്റു പരീക്ഷകളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ അത്ര പ്രയാസമുള്ള ചോദ്യങ്ങളായിട്ട് തോന്നിയില്ല. അത് മാത്രമല്ല, 1.5 മണിക്കൂറാണ് ഈ പരീക്ഷ. 1.5 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഇംഗ്ലീഷ് ഇല്ല, ഇതിനകത്ത് മലയാളം ഇല്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചോദ്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരുപാട് സമയം മാത്സ് ചെയ്യാനായിട്ട് കിട്ടും. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു വിധത്തിൽ ഉദ്യോഗാർത്ഥികൾ ഉത്തരത്തിലോട്ട് എത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ശരാശരി മാത്സിൽ ശരാശരി ആയിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് പോലും അവിടെ 15 മാർക്ക് കിട്ടിയേക്കാം. അപ്പോൾ ആ 40 മാർക്കിൻ്റെ ഭാഗം, ആ 40 മാർക്കിൻ്റെ ഭാഗത്ത് 25 മുതൽ 30 വരെയുള്ള മാർക്ക് ഒരാൾക്ക് നേടുന്നതിന് പ്രയാസമില്ല എന്നാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. ഇനിയുള്ളത് 60 മാർക്കിൻ്റെ ഭാഗമാണ്. ഈ 60 മാർക്കിലാണ് കറണ്ട് അഫയേഴ്സ് വരുന്നത്. ഈ 60 മാർക്കിലാണ് ഏത് വരുന്നത്? ഭൂമിശാസ്ത്രം വരുന്നത്, ചരിത്രം വരുന്നത്, കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നത്. ഈ പരീക്ഷയിൽ ഏറ്റവും എളുപ്പമുള്ള ഒരു ഭാഗമായിട്ട് തോന്നുന്നത് ഈ 60 മാർക്കിൻ്റെ ഭാഗമാണ്, പ്രത്യേകിച്ച് കറണ്ട് അഫയേഴ്സ്. കറണ്ട് അഫയേഴ്സ് സാധാരണഗതിയിൽ പരീക്ഷയ്ക്ക് ഒരു വെല്ലുവിളി ഉണ്ടാക്കുന്ന ഒരു ഭാഗമാണ്. പക്ഷേ ഇവിടെ വന്ന ഈ ചോദ്യങ്ങളെന്ന് പറയുന്നത് ഉദ്യോഗാർത്ഥികൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. എഴുത്തച്ഛൻ പുരസ്കാരം, വയലാർ പുരസ്കാരം, അല്ലെ, അത് കഴിഞ്ഞിട്ട് നോബൽ പുരസ്കാരം, ഇതെല്ലാം ഒരു ഉദ്യോഗാർത്ഥി പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ
തന്നെയാണ്. അതെല്ലാം അവർ ഉത്തരം എഴുതിയിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ 60 മാർക്ക്, ആ 60 മാർക്കിൻ്റെ ഭാഗത്ത് ഒരു 10-45 മാർക്ക് ഒരു ശരാശരി ഉദ്യോഗാർത്ഥിക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ഈ ശരാശരി എന്നുള്ള വാക്ക് കുറച്ച് നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ പരീക്ഷ എഴുതാൻ വരുന്നവരെല്ലാം ഒരു ശരാശരി നിലവാരത്തിലുള്ളവർ തന്നെയായിരിക്കും. കാരണം പ്രിലിംസ് ക്വാളിഫൈ ചെയ്തവരാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഏറ്റവും ബേസ് ലെവലിൽ നിൽക്കുന്ന ഒരാൾ പോലും ഈ പറഞ്ഞ ഒരു 10, 40, 45 മാർക്ക് സ്കോർ ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഒരു 65-നും 70-നും ഇടയ്ക്കുള്ള ഒരു സ്കോർ ഒരു ഉദ്യോഗാർത്ഥിക്ക് ഇതിനകത്ത് നേടുന്നതിന് പ്രയാസമില്ല. പക്ഷേ ഈ 70 മാർക്ക് നേടിയാൽ അല്ലെങ്കിൽ 65-70 മാർക്ക് നേടിയാൽ കട്ട് ഓഫിനകത്ത് വരുമോ, ജോലി കിട്ടുമോ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. അതിന് പല ഘടകങ്ങളുണ്ട്. ഇപ്പോൾ നമുക്കറിയാം 50,000 പേരാണ് മെയിൻ പരീക്ഷ എഴുതാനുള്ളത്. രാവിലെയാണ് പരീക്ഷ നടന്നത്. അപ്പോൾ ഒരുപാട് പേര് എത്താൻ സാധ്യതയില്ല. എങ്ങനെയൊക്കെ നോക്കിയാലും ഒരു 40,000 പേര് എന്തായാലും പരീക്ഷ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ആ 40,000 പേരിൽ എത്ര പേരുടെ ലിസ്റ്റാണ് ഇനി തയ്യാറാക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായുള്ള അഭിപ്രായമാണ്. അത് പല അവസരങ്ങളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു 10,000 പേരുടെയെങ്കിലും ലിസ്റ്റ് തയ്യാറാക്കണം. അതായത് മെയിൻ ലിസ്റ്റ്, സപ്ലിമെൻ്ററി ലിസ്റ്റ് ഉൾപ്പെടെ 10,000 പേരുടെയെങ്കിലും ലിസ്റ്റ് തയ്യാറാക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ വരുമ്പോഴത്തേക്കും കട്ട് ഓഫ് തീരെ കുറയും. എന്തുകൊണ്ട് ഞാൻ 10,000 പേരുടെ ലിസ്റ്റ് തയ്യാറാക്കണം എന്ന് പറയുന്നു എന്ന് ചോദിച്ചാൽ, ഈ അടുത്ത കാലത്തായിട്ട് PSCക്ക് ഒരു സ്വഭാവമുണ്ട്, ലിസ്റ്റിൽ ആളെ കുറയ്ക്കുന്ന ഒരു സ്വഭാവമുണ്ട്. പക്ഷേ ഇവിടെ ഈ പരീക്ഷയുടെ കാര്യത്തിൽ PSC അല്പം കടന്ന് ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി വരുന്നത് LGS പരീക്ഷയാണ്, ഇനി വരുന്നത് LDC പരീക്ഷയാണ് അല്ലേ. വേരിയസ് LGSഉം LDC പരീക്ഷകളും ഒരു 4-5 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പരീക്ഷ വരെയാണ്. അപ്പോൾ ഈ പറഞ്ഞ ലിസ്റ്റിൽ ഏറ്റവും ഉയർന്ന മാർക്ക് നേടിയ ആൾക്കാർ തീർച്ചയായിട്ടും ജില്ലാതലത്തിൽ നടക്കുന്ന ആ പരീക്ഷകളിൽ മികച്ച റാങ്കോടുകൂടി, ഇവിടേക്ക് ലഭിച്ചതിനേക്കാളും മികച്ച റാങ്കോടുകൂടി അവിടെ ഉദ്യോഗത്തിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇതിനകത്തുള്ള ആദ്യത്തെ റാങ്കുകാരൊന്നും ഉദ്യോഗത്തിൽ വരാനുള്ള സാധ്യതയില്ല. അല്ലെങ്കിൽ ഉദ്യോഗം കിട്ടിയാൽ തന്നെ അവർ കളഞ്ഞിട്ട് പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ NJD കൂടുതൽ റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ NJD റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ അതിനകത്ത് ആളെ നിയമിക്കണമെങ്കിൽ തീർച്ചയായിട്ടും എന്ത് വേണം, ലിസ്റ്റിന് നീളം കൂടുതൽ ഉണ്ടായിരിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് ആദ്യമായിട്ടാണ് ഈ തസ്തികയിലോട്ട് ഈ പരീക്ഷ നടക്കുന്നത്. എത്ര ഒഴിവുകൾ ഉണ്ടാവും എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോൾ കണക്കൂട്ടാനായിട്ട് പറ്റത്തില്ല. അത് കുറെ കഴിയുമ്പോഴേ അതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തത നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു 10-10,000 പേരുടെ ലിസ്റ്റെങ്കിലും ഇടണം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ കട്ട് ഓഫ് വളരെ കുറഞ്ഞു നിൽക്കും. ഞാൻ ഈ പറഞ്ഞ മാർക്കുകാർക്ക് പോലും അതിനകത്ത് നല്ല സാധ്യത ഉണ്ടാവും. പക്ഷേ അത് ഒരു 2,000-ഓ 3,000-ഓ പേരുടെ എണ്ണമായിട്ട് കുറയ്ക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് മാർക്കിനകത്ത് വ്യത്യാസം വരാം. ഇവിടെ മാത്സിൻ്റെ ഭാഗത്ത് 1-2 മാർക്ക് സ്കോർ ചെയ്യാൻ അധികം, ഞാൻ ഈ പറഞ്ഞതിനേക്കാൾ സ്കോർ ചെയ്യാൻ പറ്റും. സയൻസിൻ്റെ ഭാഗത്തും 1-2 മാർക്ക് അധികം സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ പൊതുവിജ്ഞാനത്തിൻ്റെ ഭാഗത്ത് 60 മാർക്കിൽ 40 എന്ന് പറഞ്ഞെടുത്ത് ഒരു 45-ഓ 46-ഓ 47-ഓ ഒക്കെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു 80-ൽ മുട്ടിക്കാനായിട്ട് പറ്റും. ഒരു ശരാശരിക്ക് അല്പം മുകളിലുള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് 80 മാർക്കിലോട്ട് മുട്ടിക്കാൻ പറ്റുമെന്നാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. അപ്പോൾ അതൊക്കെ അനുസരിച്ചിരിക്കും കട്ട് ഓഫിൻ്റെ കാര്യം. പക്ഷേ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ചോദ്യപേപ്പർ നിങ്ങൾ നോക്കുമ്പോൾ ഇനി ഒരുപാട് പരീക്ഷകൾ മുമ്പോട്ട് വരുന്നുണ്ട് അല്ലേ. ഇനി നിങ്ങൾ LGS പരീക്ഷ എഴുതാനായിട്ട് പോകും. അത് ജില്ലാ അടിസ്ഥാനത്തിലാണ്, ഇത്രത്തോളം കോമ്പറ്റീഷൻ ഉണ്ടാവത്തില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് LD ക്ലർക്ക് പരീക്ഷ വരുന്നു. അങ്ങനെയുള്ള പരീക്ഷകൾക്ക് പോകുമ്പോൾ ഈ ചോദ്യപേപ്പറിൽ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് എന്ന് ചോദിച്ചാൽ, 2024 ഇപ്പോൾ കുറേ പരീക്ഷകൾ നടന്നു. ഇപ്പോൾ യൂണിവേഴ്സിറ്റി LGSന്റെ പ്രിലിംസ് തന്നെ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഖാദി ബോർഡിൻ്റെ LDCയുടെ പ്രിലിംസ് പരീക്ഷയൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ആ പരീക്ഷകളൊക്കെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവുന്നത്, പരീക്ഷയുടെ ഒരു സിലബസ്, ആ സിലബസിനോട് ചേർന്ന് നിന്നാണ് ചോദ്യങ്ങളെല്ലാം ചോദിച്ചിട്ടുള്ളത്. ആ ചോദ്യങ്ങളെല്ലാം സിലബസിനോട് ചേർന്ന് നിന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ ആ സിലബസിലെ ഓരോ വിഷയങ്ങളുടെയും ബേസ്മെന്റിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് നല്ലൊരു അടിസ്ഥാനം ഓരോ വിഷയങ്ങളിലും ഉണ്ടാക്കിയ ഒരു ഉദ്യോഗാർത്ഥിക്ക് തീർച്ചയായിട്ടും നല്ല സ്കോർ ഉണ്ടാക്കാനായിട്ട് പറ്റും. പക്ഷേ ഇവിടെ ഉദ്യോഗാർത്ഥികൾ പഠിക്കുന്ന രീതി അങ്ങനെയൊന്നുമല്ല. അവിടുന്ന് ഇവിടുന്നും ഈ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ വാരി വലിച്ച് പഠിക്കുന്ന ഒരു രീതിയാണ്. ഒരാളോട്, പരീക്ഷ എഴുതാൻ പോകുന്ന ഒരാളോട് നിങ്ങളുടെ സിലബസിൽ എന്തൊക്കെ പഠിക്കാനുണ്ട് എന്ന് ചോദിച്ചാൽ ബബ്ബ അടിക്കുന്നവരാണ് ഈ പറഞ്ഞ കൂടുതലും. അവരാണ് സാധാരണഗതിയിൽ ഇതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ അഭിപ്രായങ്ങൾ പറയുന്നതും എന്നുള്ളതും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ എന്താണ് സിലബസ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ആ സിലബസിനോട് നീതി പുലർത്തിക്കൊണ്ട് ആ സിലബസിലെ ഏറ്റവും അടിസ്ഥാനപരമായുള്ള കാര്യങ്ങളിൽ നിന്ന് തുടങ്ങി പഠനത്തെ വിപുലീകരിക്കുന്നതാണ് നല്ലത്. 1-2 പരീക്ഷയ്ക്ക്
പരീക്ഷകൾക്ക് ഒരുപക്ഷെ നമ്മൾ പുറകോട്ട് പോയാലും ബേസ്മെന്റ് കറക്റ്റ് ആണ് എങ്കിൽ വരുന്ന പരീക്ഷകൾക്ക്, പിന്നീട് വരുന്ന പരീക്ഷകൾക്ക് കുറച്ചുകൂടി പുരോഗമിച്ചാൽ നമുക്ക് നല്ല ഒരു സ്കോർ നേടിക്കൊണ്ട് റാങ്ക് ലിസ്റ്റിലോട്ട് വരാനായിട്ട് പറ്റും. അതിന് പകരം ഓരോ പരീക്ഷ വരുമ്പോഴും അവിടുന്ന് ഇവിടുന്നുമായിട്ട് ചില കാര്യങ്ങൾ തട്ടിക്കൂട്ടി പരീക്ഷയ്ക്ക് പോകുന്ന ഒരു രീതിയാണ് നമ്മുടെ ഭൂരിഭാഗം ഉദ്യോഗാർത്ഥികളും സ്വീകരിക്കുന്നത്. എന്നിട്ട് ഈ പറഞ്ഞ കാക്കത്തൊള്ളായിരം അഭിപ്രായങ്ങളും പറയും. അപ്പോൾ അത് ശരിയായിട്ടുള്ള ഒരു നടപടിയല്ല. അപ്പോൾ സിലബസിനോട് ചേർന്ന് നിന്നുകൊണ്ട്, വിഷയങ്ങളുടെ ബേസ്മെന്റിൽ നിന്നുകൊണ്ട് പഠനത്തെ ചിട്ടപ്പെടുത്താനായിട്ട് കഴിയണം. ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഹാർഡ് വർക്കിനോട് ഞാൻ യോജിക്കുന്നില്ല. ഞാൻ യോജിക്കുന്നത് സ്മാർട്ട് വർക്കിനോടാണ്. ഇപ്പോൾ ഇവിടെ PSC പഠിക്കുക എന്ന് പറയുന്നത്, ഇത് കാലങ്ങളോളം പഠിച്ചുകൊണ്ട് നടക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. നമ്മളിത് പഠിക്കുന്നത് ഒരു ഉദ്യോഗത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉദ്യോഗം എന്തിനാണ്? ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ 5ഉം 10ഉം കൊല്ലം ഈ പറഞ്ഞ ഒരു ഉദ്യോഗത്തിനും പോകാതെ നമുക്ക് ഉദ്യോഗത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ ഒരു കൊല്ലമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ 2 കൊല്ലമോ കാര്യമായിട്ട് അതിൻ്റെ പിറകിൽ നിന്ന് അതിൻ്റെ ഫലം ഉണ്ടാക്കിയിട്ട് മടങ്ങണം. അല്ലാതെ ഈ പറഞ്ഞ ഓരോ പരീക്ഷകൾ വരുമ്പോഴും തട്ടിക്കൂട്ടി ഓരോ പരീക്ഷകൾക്ക് വേണ്ടി പോകുന്ന രീതി ഉദ്യോഗാർത്ഥികൾ അവസാനിപ്പിക്കണം. ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ ഈ പരീക്ഷ യൂണിവേഴ്സിറ്റി LGS പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു റാങ്ക് ഫയൽ നിങ്ങൾക്ക് തന്നിരുന്നു, അല്ലെങ്കിൽ നിങ്ങളിവിടെ പഠിച്ചവർക്ക്, ഈ കോഴ്സ് എടുത്ത് പഠിച്ചവർക്ക് ആ പുസ്തകം തന്നിരുന്നു. ആ പുസ്തകത്തിൻ്റെ രീതിക്ക് പഠിപ്പിച്ചിരുന്നു. നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങളെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളൂ, വളരെ കുറച്ച് കാര്യങ്ങൾ. ആ കാര്യങ്ങൾ വളരെ സ്പെസിഫിക് ആയിരുന്നു. ആ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഈ പരീക്ഷയ്ക്ക് 80-ൽ കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. അത് നിങ്ങൾക്ക് കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷേ 80 മാർക്ക് കൂടുതൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു. ഒരു ചെറിയ പുസ്തകം, 1100ഓളം പേജുള്ള ഒരു ചെറിയ പുസ്തകമാണ് നിങ്ങൾക്ക് തന്നത് പഠിക്കാനായിട്ട്. അത് ഈ പറഞ്ഞ 3-4 വോളിയം പുസ്തകമൊന്നും തന്നില്ല. ആ ചെറിയ പുസ്തകത്തിനകത്തുനിന്ന് പരീക്ഷയ്ക്ക് ഈ വന്ന ചോദ്യങ്ങൾ എത്രയാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോൾ അതെല്ലാം എൻ്റെ മിടുക്കാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം വളരെ വലിയ പരീക്ഷയായിരുന്നില്ല, വലിയൊരു ചോദ്യപേപ്പർ ആയിരുന്നില്ല, ചലഞ്ചിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഏത് റാങ്ക് ഫയലിലും അങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ട്. ഏത് കോച്ചിങ് സ്ഥാപനങ്ങൾ ഇതെല്ലാം നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടാവും. ഏത് യൂട്യൂബ് ചാനലിൽ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടാവും. ഏത് ഓൺലൈൻ ആപ്പിലും ഇതെല്ലാം നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷേ ഒരു കാര്യം, പഠിപ്പിച്ചതിൻ്റെ എണ്ണം, പഠിപ്പിച്ചതിൻ്റെ വ്യാപ്തി എത്രയാണെന്നുള്ളതാണ്. എത്രത്തോളം കാര്യങ്ങൾ പഠിപ്പിച്ചപ്പോഴാണ് നിങ്ങൾക്ക് ഇത്ര എഴുതാനായിട്ട് പറ്റിയതെന്നുള്ളതാണ്. ഇവിടെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ, യൂട്യൂബ് ചാനലിലൂടെ ആയിരുന്നാലും ഞങ്ങളുടെ ലേണിംഗ് ആപ്പിലൂടെ ആയിരുന്നാലും വളരെ കുറച്ച് കാര്യങ്ങളെ പഠിപ്പിച്ചുള്ളൂ. അത് ഷാർപ്പായിട്ട് പഠിപ്പിച്ചു, കൃത്യമായിട്ട് പഠിപ്പിച്ചു. അതേ ചോദ്യങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം വന്നിട്ടുണ്ട്, എന്നെ കൊണ്ട് ഇത് എഴുതാൻ പറ്റുമെന്നുള്ളൊരു ആത്മവിശ്വാസം വന്നിട്ടുണ്ട്. ഈ പരീക്ഷ കിട്ടോ കിട്ടാതിരിക്കുക അത് വിടെ. പക്ഷേ ഈ പറഞ്ഞ ഇപ്പം നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന ഒരു വലിയ ആത്മവിശ്വാസമാണ്. ഏത് പരീക്ഷയും എനിക്ക് പഠിച്ച് ജയിക്കാനായിട്ട് പറ്റും. ഈ പരീക്ഷയിൽ നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞോ കൂടിയോ അതൊക്കെ വിട്ടേക്ക്, നിങ്ങളൊരു ആത്മവിശ്വാസം നേടിക്കഴിഞ്ഞു. ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്ക് നിങ്ങൾക്ക് അത് പറ്റും. പക്ഷെ പരീക്ഷയ്ക്ക് പഠിക്കാൻ തുടങ്ങുമ്പോൾ സ്ഥിതി ഇതല്ലായിരുന്നു. പലതും ഒക്കെ കണ്ട് അന്തം വിട്ട് നിന്ന ആൾക്കാരാണ്. നമ്മളെ ഓരോരോ ക്ലാസ്സുകളായിട്ട് കണ്ട് ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കി പതുക്കെ പതുക്കെ ആ ഒരു സ്ട്രീമിലോട്ട് വന്നു, വളർന്നു. ഇപ്പോൾ ഈ പറയുന്ന നല്ലൊരു സ്കോറിലോട്ട് നിങ്ങൾ മാറിയിട്ടുണ്ട് എങ്കിൽ അതൊരു നല്ല സൈനാണ്. വരാൻ പോകുന്ന വലിയ പരീക്ഷകൾ ജയിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൈനാണ്. അപ്പം ഞാൻ പറയുന്നത് സ്മാർട്ട് സ്റ്റഡിയാണ്. വീണ്ടും വീണ്ടും പറയുന്നത് സ്മാർട്ട് സ്റ്റഡിയാണ്. 10 കൊല്ലത്തേക്ക് PSC പഠിക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. 1 കൊല്ലം അല്ലെങ്കിൽ 1.5 കൊല്ലം അതിനിടയിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ തീർത്ത് പൊക്കോണം, അല്ലെങ്കിൽ വേറെ വഴി നോക്കിക്കോണം. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഉള്ള കാലത്തോളം ഇത് പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന രീതിയോട് ആസ്ഥ അക്കാഡമിക്ക് യോജിപ്പില്ല, എനിക്ക് യോജിപ്പില്ല. അപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇതാണ്, ഈ പരീക്ഷയുടെ രീതി ഇപ്പോൾ ഇങ്ങനെയാണ്. നമ്മുടെ സിലബസ്, അതിനകത്ത് പറഞ്ഞിരിക്കുന്ന സബ്ജക്റ്റ്, ആ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെടുത്തി അടിസ്ഥാന രീതിയിൽ തന്നെ പഠിച്ചു തുടങ്ങണം എന്നുള്ള ഒരു സൂചനയാണ് ഈ ചോദ്യപേപ്പർ നൽകുന്നത്. ഇനിയിപ്പോൾ വരാൻ പോകുന്നത് LGS പരീക്ഷയാണ്, LDC പരീക്ഷയാണ്. LGS പരീക്ഷ ഇപ്പം നിങ്ങൾ LGS പരീക്ഷയ്ക്കായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഈ പരീക്ഷ എഴുതിയവർ, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ആസ്ഥ അക്കാഡമി ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി LGSന് തയ്യാറാക്കിയിട്ടുള്ള അതേ പുസ്തകം തന്നെയാണ് ഇത്. LGS മിന്നൽ എന്ന് പറയുന്ന പുസ്തകമാണ്. ഒരു പക്ഷേ യൂണിവേഴ്സിറ്റി LGS പുസ്തകം നിങ്ങൾ വാങ്ങിച്ചിട്ടില്ലെങ്കിൽ ഈ പുസ്തകം വാങ്ങിച്ച് ഞാൻ ഈ പറയുന്ന രീതിക്ക് നിങ്ങൾക്ക് പഠിക്കാം. ഈ പുസ്തകം പഠിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരിക്കലും മടുപ്പുണ്ടാവത്തില്ല. കൃത്യമായിട്ട് പഠിച്ചു പോകാനായിട്ട് പറ്റും. ഒരുപാട് പഠിക്കേണ്ട കാര്യമില്ല, കുറച്ച് കാര്യം പഠിച്ചാൽ മതി.
മതി. കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും. അത്യാവശ്യം വേണ്ട എക്സ്പ്ലനേഷൻ ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളെല്ലാം യൂട്യൂബിനകത്തുണ്ട്. നിങ്ങൾക്ക് കൃത്യമായിട്ട് കണ്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. ആ രീതിയിൽ പഠിച്ച് മുമ്പോട്ട് പോകണം. ഇനി ഈ പുസ്തകം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, ഈ പുസ്തകത്തിൽ 1200 പേജാണ്. ഈ പുസ്തകം വേണമെന്നുണ്ടെങ്കിൽ ഈ പുസ്തകത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പേയ്മെന്റ് ചെയ്യണം. പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി എന്താണ്ട് ഇത് ആസ്ഥ അക്കാഡമിയുടെ UPI ID ആണ്. ഇതുവഴി നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാം. അത് QR.ASTHA അക്കാഡമിയുടെ അക്കാണ്. ASTHA@SIB എന്ന് പറയുന്ന ഈ UPI ID വഴി നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാം. 399 രൂപ മാത്രം അടച്ചാൽ മതിയാവും. 399 രൂപ മാത്രം. പുസ്തകത്തിന്റെ യഥാർത്ഥ വില 650 രൂപയാണ്. 399 രൂപ അടച്ചു കഴിഞ്ഞാൽ ഈ പുസ്തകം നിങ്ങൾ പോസ്റ്റലായിട്ട് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചേരും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഡ്രസ്സ് വേണം. അഡ്രസ്സ് താഴെ കാണുന്ന ഈ വാട്സപ്പ് നമ്പറിലോട്ട് അയക്കണം. അഡ്രസ്സ് അയക്കുമ്പോഴത്തേക്കും കൃത്യമായുള്ള ഫോൺ നമ്പർ ഉണ്ടാവണം. അതുപോലെ തന്നെ കൃത്യമായുള്ള പിൻകോഡ് ഉണ്ടാവണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യമുള്ളത്, ഈ പറഞ്ഞ വാട്സപ്പ് നമ്പറിലോട്ട് നിങ്ങൾ പേയ്മെന്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് കൂടി അയക്കണം. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലോട്ട് വിളിക്കുക. LDCയുടെ പുസ്തകത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പേയ്മെന്റ് ചെയ്യേണ്ട. LDCയുടെ പുസ്തകം സ്റ്റോക്ക് ഇല്ല. അതുപോലെ LPUPയുടെ പുസ്തകം ഇപ്പോൾ സ്റ്റോക്ക് ഇല്ല. ശരി, അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന കാര്യം കൃത്യമായിട്ട് സിലബസിനനുസരിച്ച് പഠിച്ച് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്. ആ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഈ പരീക്ഷ എഴുതി അല്ലേ, നിങ്ങൾ സീരിയസ് ആയിട്ട് പഠിച്ച് ഒരു പരീക്ഷ എഴുതി. ആ പരീക്ഷ എഴുതിയപ്പോൾ ഇപ്പോൾ നല്ല സ്കോർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ സ്കോർ കിട്ടിയെന്ന് മാത്രമല്ല, വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ നന്നായിട്ട് പഠിച്ചു, ഇപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു അനുഭവം കൂടി കിട്ടി. ഇപ്പോൾ മനസ്സിനകത്തൊരു ആത്മവിശ്വാസമാണ്. ഈ ആത്മവിശ്വാസമാണ് വരുന്ന പരീക്ഷകളിൽ ഇതിനേക്കാളും മികച്ച റാങ്കോടുകൂടി നല്ല ഉദ്യോഗങ്ങൾ നേടാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്നത്. അതുകൊണ്ട് പരീക്ഷ കഴിഞ്ഞു, ഇനി കട്ട് ഓഫിനെ കുറിച്ച് ആലോചിച്ച് നടക്കണ്ട, ജോലി കിട്ടുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ച് നടക്കണ്ട. കുറച്ചു കാലമായിട്ട് പഠിക്കുന്നു, അതിനെ പരിപൂർണമായിട്ടും വർത്താക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ സ്മാർട്ടായിട്ട് നിങ്ങൾ നടത്തുക. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് തന്നെ, ഉദ്ദേശിക്കുന്ന കാലത്ത് തന്നെ ഉദ്യോഗം നേടിയെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് അതിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.